إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد النبي صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്നതുപോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ഈ ദുനിയാവിലെ ഏറ്റവും വലിയ അജണ്ടയായി നമ്മൾ ഓരോരുത്തരും കാണേണ്ടുന്ന വിഷയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിരുന്നു. അതേതെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഭയാനകരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ അജണ്ടയായി നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ശ്രദ്ധിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും ചില കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത് പറഞ്ഞ വിഷയം ആണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിട്ടുള്ളത്. അൽ ബറാഅതു മിനശ് ശിർക്ക്, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്താനും ഭയാനകരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്. അൻ യഅസുല അലാ മഹബ്ബത്തില്ലാഹ്, റബ്ബിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം
അള്ളാഹു എന്നെ ഇഷ്ടപ്പെടണം എന്ന നിലക്ക് ഈ ദുനിയാവിൽ ആർക്ക് ജീവിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ റബ്ബ് എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന് നാളെ റബ്ബിൻ്റെ സ്വർഗത്തിലെത്താം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നോക്കൂ, നിങ്ങൾ ദുനിയാവിലെ പലരുടെയും ഇഷ്ടത്തിനു വേണ്ടി ഒരുപാട് കഠിനാധ്വാനങ്ങൾ ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. ഭാര്യ ഇഷ്ടപ്പെടണം, നമ്മുടെ മക്കൾ നമ്മളെ ഇഷ്ടപ്പെടണം, നമ്മുടെ കുടുംബക്കാർ ഇഷ്ടപ്പെടണം, അയൽവാസികൾ ഇഷ്ടപ്പെടണം, ഇങ്ങനെ പലരുടെയും സ്നേഹം ലഭിക്കാൻ, കൂട്ടുകാരൻ്റെ സ്നേഹം ലഭിക്കാൻ, ഇങ്ങനെ അതിനുവേണ്ടി നമ്മളൊക്കെ തന്നെ ഒരുപാട് ശ്രദ്ധിക്കുന്നവരാണ്, അതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നവരുമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അവരൊക്കെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും, ആര് നമ്മെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ റബ്ബ് നമ്മെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, റബ്ബ് നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്തിൽ എത്താമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അള്ളാഹുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു ആരൊക്കെ ഇഷ്ടപ്പെടും? ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ ഇന്നല്ലാഹ യുഹിബ്ബുസ് സ്വാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെക്കുറിച്ച്, ചില കൂട്ടങ്ങളെക്കുറിച്ച്, ചില ആളുകളെക്കുറിച്ചൊക്കെ ഇഷ്ടപ്പെടുന്നത് പറയുന്നു. ആ റബ്ബിൻ്റെ ഇഷ്ടം ലഭിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സ്വർഗം നമുക്ക് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, മഹാനായ അബൂ ഇദ്രീസുൽ ഹൗല റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ ദിമഷ്കിലെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി എത്തി. ആ സമയത്ത് പള്ളിയിൽ നമസ്കരിക്കാൻ അദ്ദേഹം കയറിയ സമയത്ത് പള്ളിയുടെ ഒരു മൂലയിലിരുന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ ആളുകൾക്ക് ചുറ്റും ഇരുത്തി അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ അബൂ ഇദ്രീസുൽ ഹൗല റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ കാഴ്ചയാണ് കണ്ടത്. ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന്, അദ്ദേഹത്തിൻ്റെ ചുറ്റും ഈ പള്ളിയിൽ ആളുകൾ ഇരുന്ന് ഈ ആളുകൾക്കൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം ആ ഒരു ഹൽക്കയുടെ ഒരു കൂട്ടം കൂടിയിരിക്കുന്നതിൻ്റെ അടുത്തേക്ക് അബൂ ഇദ്രീസുൽ ഹൗല റളിയല്ലാഹു അൻഹു ചെന്നു. അപ്പൊ നോക്കുന്ന സമയത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ് ഇരുന്ന് ആളുകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ ളുഹർ നമസ്കരിക്കാൻ അദ്ദേഹം അബൂ ഇദ്രീസുൽ ഹൗല റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പിറ്റേ ദിവസവും ആ പള്ളിയിലേക്ക് ചെന്നു. ളുഹർ നമസ്കാരത്തിന് വേണ്ടി ഞാൻ ളുഹാ സമയത്ത് തന്നെ പള്ളിയിലേക്ക് പോയി. ആ സമയത്തും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഒരു മൂലയിലിരുന്ന് ഒരുപാട് ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കണ്ടപ്പോൾ അബൂ ഇദ്രീസുൽ ഹൗല റളിയല്ലാഹു അൻഹു വല്ലാത്ത സന്തോഷമായി. ഒരാളിങ്ങനെ പള്ളിയിലിരുന്ന് ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടപ്പോൾ ആ സമയത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് അബൂ ഇദ്രീസുൽ ഹൗല റളിയല്ലാഹു പറഞ്ഞു, യാ മുആദ് ഇന്നി ഉഹിബ്ബുകും ഫില്ലാഹ്. മുആദേ, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അങ്ങയെ ഏറെ ഇഷ്ടപ്പെടുന്നു. താങ്കൾ ഇങ്ങനെ ഇരുന്ന് ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ആനന്ദം ലഭിക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയെ ഏറെ ഇഷ്ടപ്പെടുന്നു. ഇന്നി ഉഹിബ്ബുകും ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വവല്ലാഹ്, അള്ളാഹു ആണേ സത്യം, നിങ്ങൾ സത്യസന്ധമായിട്ടാണോ ഈ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, അതെ എന്ന് പറഞ്ഞു. ആ സമയത്ത്
മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അബൂ ഇദ്രീസ് അൽ ഹൗല റളിയല്ലാഹുവിനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എങ്കിൽ താങ്കൾ സന്തോഷിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്, വജബത് മുഹബ്ബതി ലിൽ മുതഹാബ്ബീന ഫീഹാ. അള്ളാഹുവിന്റെ പേരിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന്. വേറെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്നും. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, വജബത് മുഹബ്ബതി ലിൽ മുതജാലിസീന ഫീഹാ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒന്നിച്ചിരിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്നും. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, വജബത് മുഹബ്ബതി ലിൽ മുതബാദിരീന ഫീഹാ. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ചെലവഴിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. വജബത് മുഹബ്ബതി ലിൽ മുതസാബിരീന ഫീഹാ. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ സ്നേഹം ഏതൊക്കെ ആളുകൾക്ക് ലഭിക്കും, എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അത് കിട്ടും എന്ന് പഠിക്കുക. അതറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയാൽ നമുക്ക് റബ്ബിന്റെ സ്നേഹം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് സ്വർഗത്തിലേക്കെത്താൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആര് ദുനിയാവിൽ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും, ആര് നമ്മളെ വെറുത്തു കഴിഞ്ഞാലും എൻ്റെ റബ്ബെന്നെ ഇഷ്ടപ്പെടണം, എൻ്റെ റബ്ബൊരിക്കലും എന്നെ വെറുത്തു പോകരുത്. ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവന് നാം സ്വർഗം നൽകുമെന്നാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ബുഖാഉ മിൻ ഖശിയത്തില്ലാഹ്. അൽ ബുഖാഉ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ ഒരു മനുഷ്യൻ. സുഹൃത്തുക്കളെ, ആർക്കേ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരയാൻ സാധിക്കുകയുള്ളൂ? അത് യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമേ കരയാൻ സാധിക്കുള്ളൂ. ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തിനൊക്കെ വേണ്ടി നമ്മളൊക്കെ കരഞ്ഞിട്ടുണ്ട്. പലരുടെയും അസുഖം കാരണം, മക്കൾക്ക് ഏതെങ്കിലും വലിയൊരു ദുരന്തം കണ്ടപ്പോൾ, അതല്ലെങ്കിൽ കുടുംബത്തിൽ മാപ്പക്കോ ഉമ്മക്കോ സഹോദരിമാർക്കോ അതല്ലെങ്കിൽ ഭാര്യക്കോ ഏതെങ്കിലും ഒരു അസുഖത്തിന്റെ പേര് പറഞ്ഞപ്പോൾ പലപ്പോഴും നമ്മൾ കരഞ്ഞിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ഏതെങ്കിലും നല്ല നിലക്ക് കുറേയൊക്കെ പ്രയാസപ്പെട്ട് ഏതെങ്കിലും നിലക്കൊരു ബിസിനസ് ആരംഭിച്ചു, ആ ബിസിനസ് തകർന്നുപോയി, പലപ്പോഴും നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ പലരും പലതരത്തിലുള്ള കരച്ചിൽ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ആ കരച്ചിലിനെ കുറിച്ചല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവിടെ പറഞ്ഞത്. അൽ ബുഖാഉ മിൻ ഖശിയത്തില്ലാഹ്. അള്ളാഹുവിനെ ഓർത്ത്, നാളത്തെ നരകത്തെ ഓർത്ത്, അള്ളാഹുവേ ആ സ്വർഗം എനിക്ക് ലഭിക്കുമോ എന്നോർത്ത് അങ്ങനെ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നാളെ റബ്ബിന്റെ സ്വർഗമുണ്ടെന്നാണ്. ആർക്കേ സുഹൃത്തുക്കളെ അങ്ങനെ കരയാൻ സാധിക്കുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യലിജുന്നാറ റജുലും ബഖാ മിൻ ഖശിയത്തില്ലാഹ്. അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ഒരു കണ്ണ് അതൊരിക്കലും നരകം സ്പർശിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസിൽ കാണാം, സലാസത്തുൻ ലാ തറാ അഗ്യുനുഹും ഫിന്നാർ. മൂന്ന് കൂട്ടം ആളുകൾ, അവരെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ഒരിക്കലും നരകത്തിലേക്ക് അവർ പ്രവേശിക്കുകയില്ല. എങ്ങനെയുള്ള ആളുകളാണ്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഐനുൻ ഹറസത്ത് ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിന്നവർ. അള്ളാഹുവിന്റെ മാർഗത്തിൽ എവിടെയെങ്കിലും കാവൽ നിന്ന് ഒരാളുണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്തിലെത്താം. അത് കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് ഐനുൻ ബഖത് മിൻ ഖശിയത്തില്ലാഹ്. റബ്ബിനെ ഓർത്ത് കരഞ്ഞ കണ്ണ് എന്നാണ്. മൂന്നാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഐനുൻ ഖഫത് അൻ മഹാരിമില്ലാഹ്. ഹറാമുകളിൽ നിന്ന് ഒരിക്കലും ഹറാമുകൾ കാണാത്ത കണ്ണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത്
നമ്മൾ ഓരോരുത്തരും പല നിലക്കും കരഞ്ഞിട്ടുണ്ടെങ്കിൽ നാളത്തെ സ്വർഗത്തെക്കുറിച്ച് ഓർത്ത് കരയാൻ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നരകത്തെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് കരയാൻ. അതായിരുന്നു മുൻഗാമികളുടെ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ പടച്ചവനെ, ആ സ്വർഗം എനിക്ക് ലഭിക്കുമോ എന്നുള്ളൊരു പേടി അവരുടെ മനസ്സിലേക്ക് വരുമായിരുന്നു എന്ന്. അതുകൊണ്ട് ആ യഥാർത്ഥ വിശ്വാസം നല്ല രൂപത്തിലുള്ള ആളുകൾക്ക് അതിന് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ സുഹൃത്തുക്കളെ, നാലാമത്തൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അയ്യസൂമ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ നോമ്പ് നോറ്റാൽ, ഒരു ദിവസം ഒരു നോമ്പ് നോറ്റാൽ തന്നെ അയാൾക്ക് കിട്ടുന്ന കൂലിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അയ്യസൂമ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ നോമ്പ് നോൽക്കുക. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സോമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി ഒരു നോമ്പ് നോറ്റാൽ ബഅദല്ലാഹു വജ്അഹു അനിൻ നാരി 70 ആമ, ഒരു ദിവസം നോമ്പ് നോറ്റാൽ 70 വർഷം അവനെ അള്ളാഹു നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് ആത്മാർത്ഥമായി നമ്മൾ ചെയ്താൽ, അതിൻ്റെ പുണ്യം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വലിയ വലിയ കൂലികളാണ്. ഒരു ദിവസം നമ്മൾ സുന്നത്ത് നോമ്പ് നോറ്റാൽ അതിന് കിട്ടുന്ന കൂലിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ സോമ യൗമൻ ഫീ സബീലില്ലാഹ്, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദഖ, അവനും നരകത്തിനുമിടയിൽ ഒരു ഖന്ദഖ്, ഒരു കിടങ്ങ് കുഴിക്കുമെന്നാണ്. ആ കിടങ്ങിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കമാ ബൈനസ് സമാഇ വൽ അർള്, ആകാശവും ഭൂമിയും എത്ര തമ്മിൽ വിദൂരമുണ്ടോ അതുപോലെ അത്രയും വിദൂരത്തിൽ ഒരു ദിവസത്തെ നോമ്പ് കാരണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പലപ്പോഴും നമ്മളൊക്കെ നോമ്പ് നോൽക്കുന്നുണ്ട്. ഫർള് നോമ്പിന് ശേഷം നമ്മളൊക്കെ ഒരുപാട് സുന്നത്ത് നോമ്പുകൾ നോൽക്കുന്നു. പക്ഷെ ആ സുന്നത്ത് നോമ്പ് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ഞാനും നിങ്ങളും സുന്നത്ത് നോമ്പ് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യമാണ്, എന്നെ റബ്ബ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ ഒരു നോമ്പ് എനിക്ക് കാരണമാകണം. സുന്നത്ത് നോമ്പ് എടുക്കുമ്പോൾ അങ്ങനെ ഒരു നിയ്യത്തോടു കൂടി എടുത്താൽ അതിന് കിട്ടുന്ന പുണ്യം സുഹൃത്തുക്കളെ എത്രയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ അങ്ങനെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് അടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അഞ്ചാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ മുഹാഫളതു അലസ് സ്വലവാതിൽ ഖംസ, 5 നേരത്തെ നമസ്കാരം നിങ്ങൾ കൃത്യമായി നിർവഹിക്കണം. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇത് വലിയൊരു വിഷയമാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കൂ, നമ്മുടെ കൃത്യമായ നമസ്കാരം 5 നേരം നിർബന്ധമായി നമ്മൾ നമസ്കരിക്കേണ്ടവരാണ്. 10 വയസ്സായിട്ട് തുടങ്ങി ആ ഒരു കുട്ടികളുടെ പ്രായമെത്തിക്കഴിഞ്ഞാൽ അവർ തന്നെ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ രക്ഷിതാക്കളോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങളുടെ മക്കളെ അടിച്ച് നമസ്കരിപ്പിക്കണമെന്നാണ്. പക്ഷെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, ഇന്നത്തെ നമസ്കാരം അതല്ലെങ്കിൽ ഇന്നലത്തെ ഒരു നമസ്കാരം, ഇന്നലത്തെ ഒരൊറ്റ ദിവസത്തെ നമസ്കാരം എടുത്തു പരിശോധിക്കൂ. ഇന്നലെ സുബൈ നമസ്കാരം മുതൽ ഇന്നലത്തെ ഇശാ നമസ്കാരം വരെ ആ നമസ്കാരങ്ങൾ 5 വക്ത് എനിക്ക് കൃത്യമായി നമസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും ഒറ്റയ്ക്ക് ആലോചിക്കുക. ജമാഅത്തിന് പോകാൻ എനിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നോ? അതല്ല, എന്തുകൊണ്ട് എൻ്റെ ജമാഅത്തുകൾ എനിക്ക് നഷ്ടപ്പെട്ടു? സുഹൃത്തുക്കളെ, ആലോചിക്കണം. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വിഷയമാണ്, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്താൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. 5-മതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമയത്ത് സഹാബത്തിനെ എണ്ണിപ്പഠിപ്പിക്കുന്ന കാര്യത്തിൽ അവിടുന്ന് കാര്യമായി പറഞ്ഞൊരു വിഷയം, അൽ മുഹാഫളതു അലസ് സ്വലവാതിൽ ഖംസ, 5 നേരത്തെ നമസ്കാരം നിങ്ങൾ കൃത്യമായി നമസ്കരിക്കണമെന്നാണ്.
നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫള അല സ്വലവാതിൽ ഖംസ, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? അവിസ്വലാത്തിൽ മക്തൂബ, ഫർള് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. അല ഉലൂഹിഹ, കൃത്യമായി ഉളൂ ചെയ്യണം. അതേപോലെ തന്നെ അല മവാഖീതിഹ, അതിന്റെ കൃത്യസമയത്ത് നമസ്കരിക്കണം. എപ്പോഴെങ്കിലും നമസ്കരിച്ചിട്ട് കാര്യമില്ല. ആ നമസ്കാരത്തിന്റെ കൃത്യസമയത്ത് അത് നമസ്കരിക്കുക. നമസ്കരിക്കുന്ന സമയത്ത് തന്നെ വസുജൂദിഹ വറുകൂഇഹ, അതിന്റെ സുജൂദും റുകൂവും ഒക്കെ ഏറ്റവും നല്ല രൂപത്തിൽ കൃത്യമായി ചെയ്യണം. അങ്ങനെ ഒരു മനുഷ്യൻ നമസ്കരിച്ച് കഴിഞ്ഞാൽ യറാഉ ഹക്കൻ അലൈഹി അർറമഹുല്ലാഹു നാർ, അയാളുടെ മേൽ അള്ളാഹു അയാൾക്ക് നരകം ഹറാമാക്കി എന്നാണ്. അയാൾ നരകത്തിലേക്ക് അള്ളാഹു ഇടുകയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മൾ നമസ്കരിക്കുന്നവരാണ്, പക്ഷെ ആ നമസ്കാരത്തിൽ ഒരു കൃത്യതയും അതിൻ്റെ കൃത്യമായ സമയത്ത് നമസ്കരിക്കാനും ഉളൂ കൃത്യമാക്കാനും അതേപോലെ തന്നെ സുജൂദും റുകൂകളും എല്ലാം കൃത്യമായി നമസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്നത് ചെറിയൊരു കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നരകത്തെ തൊട്ട് നരകം നമ്മുടെ മേൽ ഹറാമാക്കി കളയുമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. സാന്ദർഭികമായി ഞാൻ ഈ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വെള്ളിയാഴ്ചയാണല്ലോ, പള്ളിയിലേക്ക് വളരെ നേരത്തെ വരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇപ്പോൾ പള്ളിയിലേക്ക് ആദ്യം ഖുതുബ തുടങ്ങുന്ന സമയത്ത് ആളുകൾ വളരെ കുറച്ച് ആളുകളാണ് പള്ളിയിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഞാനിപ്പോൾ നേരം വൈകി വന്ന ആരെക്കുറിച്ചല്ല ഈ പറയുന്നത്. ചിലപ്പോൾ ആളുകൾ ഏതെങ്കിലും യാത്ര കഴിഞ്ഞ് വരികയായിരിക്കും. ആരെങ്കിലും ചിലപ്പോൾ ഉമ്മയെയോ ഉപ്പയോ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി നേരം വൈകി വളരെ പെട്ടെന്ന് ചിലപ്പോൾ പള്ളിയിലെത്തി നേരം വൈകിയതായിരിക്കും. പക്ഷേ സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നേരെ മറിച്ച് ഒരു തിരക്കുമില്ലാതെ വെറുതെ ഇവിടെ അങ്ങാടിയിലോ അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് വെറുതെ സമയം കഴിഞ്ഞ് അവസാനം ഖുത്ബ അവസാനിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഒരു കാര്യമില്ല, നമുക്ക് വന്ന് നിസ്കരിച്ച് പോകാം. ജുമുഅയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ നിങ്ങൾ, ഇമാമ് മിമ്പറിലേക്ക് കയറി കഴിഞ്ഞാൽ അതുവരെ പള്ളിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന ഇടങ്ങളിൽ മലക്കുകളുണ്ട് എന്നാണ്. മലക്കുകളെ നമുക്ക് ആർക്കും കാണാൻ പറ്റൂല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പള്ളിയിലേക്ക് കയറുന്ന ആളുകളെ കുറിച്ച് രേഖപ്പെടുത്താൻ മലക്കുകൾ അവിടെയുണ്ട്. പക്ഷെ ഇമാം മിമ്പറിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ പിന്നീട് ആ വാതിലിൻ്റെ അടുത്ത് നിന്ന് അവർ അത് ക്ലോസ് ചെയ്തിരിക്കുമെന്നാണ്. ഇതൊരിക്കലും ഏതെങ്കിലും ഒരു കഥയുടെ ബുക്കിൽ നിന്ന് പറയുന്ന വാക്കുകളല്ല സുഹൃത്തുക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പഠിപ്പിച്ച, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ നമ്മളൊക്കെ ഓരോ സമയത്തിനും പല ടൈം ടേബിളുകൾ ഇട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. പക്ഷെ വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എത്താൻ ശ്രദ്ധിക്കണം. എന്നാലേ നമുക്കതുകൊണ്ടൊരു പ്രയോജനമുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും അടുത്ത വെള്ളിയാഴ്ചയെങ്കിലും എല്ലാ ആളുകളും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രയാസപ്പെട്ട് ഈ പള്ളിയിലേക്ക് വരുന്ന ആളുകളെ കുറിച്ചല്ല ഈ പറഞ്ഞത്. പക്ഷെ മറ്റൊരു പ്രയാസങ്ങളൊന്നുമില്ലാതെ വെറുതെ ഇരുന്ന് നമ്മൾ സമയം കഴിയുകയാണ് എങ്കിൽ അത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമിന് വെള്ളിയാഴ്ചയുടെ സുന്നത്ത് എന്ന് പറയുന്നത് നേരെ ഈ മിമ്പറിലേക്ക് കയറി വരുന്ന രൂപമാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റുള്ളവർക്ക് നേരത്തെ എത്തലും ഇമാമ് വളരെ നേരം വൈകി ആ സമയത്ത് കയറി വരലുമാണ്. അതുകൊണ്ട് ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നൊരു വിഷയമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്ക് വേണ്ടിയുള്ള അള്ളാഹു തയ്യാറാക്കിയ സ്വർഗത്തിലേക്ക് എത്താനും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിച്ച ഓരോ വിഷയങ്ങളും. അത് ഗൗരവത്തിൽ കണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബതു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ
വഅസല്ലി വഅസല്ലിമുൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സ്വർഗത്തിലേക്കെത്താനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത ആറാമത്തൊരു കാര്യം സനാഹുന്നാസി അലൈഹി ബഅദ മൗതിഹി. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ആളുകൾ നല്ലത് പറയുക എന്നുള്ളതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് ആളുകൾ നല്ലത് പറഞ്ഞാൽ അത് കാരണം അയാൾ സ്വർഗത്തിലെത്തുമെന്നാണ് ഒരു വിശ്വാസിയെക്കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരിക്കൽ ഒരു മയ്യത്തിൻ്റെ അരികിലൂടെ നടന്നു പോവുകയാണ്. മറ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിജനാസ. ഒരു ജനാസയുടെ അരികിലൂടെ നബിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഫഅസ്ന അലയ്യ ഖൈറാ, ഒരുപാട് ആളുകൾ ആ മയ്യത്തിനെ കുറിച്ച് ഇങ്ങനെ നന്മകൾ എടുത്തു പറയുന്നു. ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വജബത്ത് വജബത്ത്. എന്നാൽ മറ്റൊരു മയ്യത്തിന്റെ അരികിലൂടെ നടന്ന സമയത്തും ആ സമയത്ത് ഫഅസ്ന അലയ്യ ഷർറ, ആളുകളൊക്കെ ആ മരിച്ച മയ്യത്തിനെ കുറിച്ച് ഷർറുകളാണ് പറയുന്നത്, മോശപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ആ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വജബത്ത് വജബത്ത്. എന്താണ് സുഹൃത്തുക്കളെ വജബത്ത് എന്ന് പറഞ്ഞാൽ? നിർബന്ധമായി എന്നാണ് അർത്ഥം, വാജിബ്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ട്. ആ സമയത്ത് രണ്ട് സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് വജബത്ത്, നിർബന്ധമായി എന്നാണ്. ഇപ്പം നമ്മളും പറയാറുണ്ട് ചില മരിച്ച മയ്യത്തുകളെ കുറിച്ച്. ആളുകളൊക്കെ പറയും ഒരുപാട് ആളുകൾക്ക് ചെലവിന് കൊടുത്തിരുന്ന ആൾ, അല്ലെങ്കിൽ പാവങ്ങളെ സഹായിച്ചിരുന്ന ഒരു മനുഷ്യനാണ്, നല്ലൊരു ആളായിരുന്നു, അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. ഇങ്ങനെ പല ആളുകളെ കുറിച്ച് നമ്മളൊക്കെ പറയും. മരിച്ചു കഴിഞ്ഞാൽ അവരെ കുറിച്ച് നമ്മൾ പുകഴ്ത്തി പറയും. എന്നാൽ അതേപോലെ ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അയൽവാസികളും നാട്ടുകാരും ഒക്കെ പറയും, ഇനിയെങ്കിലും അവൻ്റെ വീട്ടുകാർക്കൊന്ന് സ്വസ്ഥതയിൽ കടന്നുറങ്ങാലോ, അല്ലെങ്കിൽ ഇനിയെങ്കിലും അവൻ്റെ ഭാര്യക്കും മക്കൾക്കും ഒന്ന് നല്ല നിലക്ക് സമാധാനമായി ജീവിക്കാലോ, അയൽവാസികൾക്ക് ഇനി അവനെ കൊണ്ടൊരു പ്രശ്നമില്ലല്ലോ, നാട്ടിൽ കുറെ പ്രശ്നങ്ങൾക്കും അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള തോന്നിവാസത്തിനും നേതൃത്വം കൊടുത്തവനായിരുന്നു, അവൻ പോയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരുമുണ്ട്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സ്ഥലത്തും വജബത്ത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമാ വജബത്ത് യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ നിർബന്ധമായി എന്ന് അങ്ങ് പറഞ്ഞത്? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുക്കാൻ, ഉമറേ, നമ്മൾ ഒന്നാമത് നടന്നു പോയില്ലേ ഒരു മയ്യത്തിൻ്റെ അരികിലൂടെ, ആ സമയത്ത് ആളുകളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് നീ നല്ലത് പറയുന്നത് കേട്ടില്ലേ, വജബത്തു ലഹുൽ ജന്ന, അത് കാരണം അയാൾക്ക് സ്വർഗം നിർബന്ധമായി. എന്നാൽ ഉമറേ, രണ്ടാമത് നമ്മൾ കണ്ട മയ്യത്തില്ലേ, ആളുകളൊക്കെ ആ മയ്യത്തിൻ്റെ അരുത്ത് നിന്ന് അതിനെക്കുറിച്ചുള്ള ഷെറുകൾ പറയുന്നത് കേട്ടില്ലേ ഉമറേ, വജബത്തു ലഹുന്നാർ, അത് കാരണം അയാൾക്ക് നരകവും നിർബന്ധമായി എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, എതിരാളികൾ മരിച്ചു കഴിഞ്ഞാലും ആ എതിരാളികളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്ന രാഷ്ട്രീയക്കാരുടെ നല്ല വർത്തമാനമല്ല ഈ പറയുന്നത്. മറിച്ച് ആത്മാർത്ഥമായി നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ ഒരാൾ മരിച്ചാൽ അവൻ നല്ലവനായിരുന്നു, അള്ളാഹുവേ അവന് പുറത്തു കൊടുക്കുക എന്ന് ആത്മാർത്ഥമായി ഒരു വിശ്വാസി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് കാരണം അയാൾക്ക് സ്വർഗം നിർബന്ധമായി എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കണം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് ആളുകൾ എന്ത് പറയും? അതിനുവേണ്ടി ആളുകൾക്കിടയിൽ അങ്ങനെ ജീവിക്കുക എന്നല്ല, മറിച്ച് അതായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഒരിക്കലും അവൻ മോശപ്പെട്ടവനായിരുന്നു എന്ന് പറയരുത്. അവൻ പോയതുകൊണ്ട്
സമൂഹവും കുടുംബവും അയൽവാസികളും ഒക്കെ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ ആരും പെട്ടുപോകരുത്. ഒരാണും പെണ്ണും അങ്ങനെ ആയിക്കൂടാ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തിലെത്തണം എനിക്കും നിങ്ങൾക്കും. അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനങ്ങൾ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അതായിരിക്കണം ഈ ദുനിയാവിലെ നമ്മുടെ എല്ലാ അജണ്ടകൾക്കപ്പുറത്തുമുള്ള ഏറ്റവും വലിയ മുഖ്യ അജണ്ടയായി നമ്മൾ കാണേണ്ടത് അള്ളാഹുവിൻ്റെ സ്വർഗം. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, മാലാ ഐനും റഅത് വലാ ഉദ്നുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാണ് ആ സ്വർഗം. ഒരു കാതും ആ സ്വർഗത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. ഒരാൾക്കും ചിന്തിക്കാൻ പറ്റാത്ത സ്വർഗം. അഅദത്തു ലിഇബാദി ഇസ്സാലിഹീൻ, ഞാൻ എൻ്റെ യഥാർത്ഥ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അതിനുള്ള പരിശ്രമങ്ങളാകട്ടെ. ഇനിയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ശിഷ്ടകാലം എത്രയാണ് എന്നറിയില്ല. ചിലപ്പോൾ മണിക്കൂറുകളായിരിക്കാം ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകുന്നത്, ചിലപ്പോൾ ദിവസങ്ങളായിരിക്കാം, ചിലപ്പോൾ ആഴ്ചകളായിരിക്കാം, ചിലപ്പോൾ മാസങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ ലഭിച്ചേക്കാം. പക്ഷേ അറിയില്ല ഏത് സമയത്താണ് നമ്മുടെ മരണം എന്നുള്ളത്. അതുകൊണ്ട് ഏത് സമയത്ത് എവിടെ വെച്ച് എങ്ങനെ മരിച്ചാലും റഹ്മാനായ റബ്ബ് ഏറ്റവും നല്ല രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായി, ഒരടിമയായി ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നമുക്കൊക്കെ സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിശ്വാസികളായിക്കൊണ്ട് മരിക്കുവാൻ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ, അള്ളാഹുവെ നീ അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണം തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ഗുരുനാഥന്മാർ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ അള്ളാഹുവേ. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാളെ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുവേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.